ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നാളികേരച്ചോറാണ്. കഴിക്കാൻ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇതെന്ന് പറയുമ്പോൾ ഫീഡ് ചെയ്യണ അമ്മമാർക്കും അതുപോലെ തന്നെ 4 മണിക്ക് ചായക്കൊക്കെ ഒപ്പം കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് 1 കപ്പ് പച്ചരിയാണ്. നല്ലപോലെ കഴുകിയതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്കിത് വേവിക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്ത് വെക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ അരി ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ കുക്കറിലേക്ക് പച്ചരി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് വെള്ളമാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതേ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അരിയുടെ മുകളിലായിട്ട് തന്നെ വെള്ളം നിൽക്കുന്നുണ്ട്. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് നോക്കാം. ഒറ്റ വിസിൽ പ്രഷർ പോയതിന് ശേഷം തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വെന്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇതേ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ കണ്ടില്ലേ, നമ്മുടെ റൈസ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർത്തതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നല്ല തിളച്ച വെള്ളം എന്നല്ല, സാധാ നോർമൽ വാട്ടറാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇളക്കി കൊടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഇതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി എത്ര വേണമെന്ന്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂൺ കൂടി വെള്ളം എക്സ്ട്രാ വീണ്ടും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ റൈസിൻ്റെ വേവെല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 മുറി നാളികേരം ചെറിയത് ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. ഇതിനൊപ്പം തന്നെ 2 ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് ചതച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നല്ല ജീരകം അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് നോക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ജീരകവും ഉള്ളിയും നാളികേരും ചോറൊക്കെ ആയിട്ട് നല്ല പോലെ മിക്സായി വരണം. അപ്പോൾ ഇതിൻ്റെ മിക്സിങ് എല്ലാം ഒന്നുകൂടി കറക്റ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം 1/2 കപ്പ് വെള്ളമാണ് ടോട്ടൽ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ ഇടയിലായിട്ടാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതും കൂടി ഒഴിച്ചെടുത്തതിന് ശേഷം നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള നാളികേരവും ചോറും ജീരകവും ഉള്ളി എല്ലാം കൂടി നല്ല പോലെ യോജിച്ച് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഉപ്പിൻ്റെ അളവെല്ലാം കറക്റ്റിലേന്ന് നോക്കുക. അഥവാ കുറവാണെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം വീണ്ടും ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് 4 മണിക്ക് നല്ല മധുരമുള്ള ചായയോടൊപ്പം അതുപോലെ തന്നെ ഫീഡ് ചെയ്യുന്ന അമ്മമാർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി നോക്കണം. അതുപോലെ തന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറയുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് തന്നെയാണ്. നമ്മൾ തുടക്കത്തിലേ തന്നെ അരിയിൽ ആവശ്യത്തിന് കുറേ വെള്ളം ഇട്ട് വേവിക്കുകയാണെങ്കിൽ അങ്ങനെ വേവിക്കാനും പാടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇങ്ങോട്ട് പോവും. അപ്പോൾ നമ്മൾ വെന്തതിന് ശേഷം ഞാൻ നേരത്തെ ഒഴിച്ചില്ലേ, ഇടയിലായിട്ട് നമുക്കറിയാമല്ലോ ഇത് മിക്സായി വരണമെങ്കിൽ ഇത്ര വെള്ളം വേണമെന്ന്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാൻ എടുത്ത അളവിനാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ കറക്റ്റ് ആ അളവിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റ് നമുക്ക് ഈ ഒരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നാളികേരച്ചോറ് കിട്ടുന്നതായിരിക്കും കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ ഈ ഒരു തിക്നെസ്സിലും അതുപോലെ തന്നെ എല്ലാം കൂടി നല്ലപോലെ യോജിച്ച് വരണം. അതാണ് കറക്റ്റായിട്ടുള്ള നാളികേരച്ചോറ് എന്ന് പറയുന്നത്. അരി കൂടുതൽ വെന്ത് കുഴയാനും പാടില്ല, എന്നാൽ വേവും വേണം. അങ്ങനെ ഒരു
രീതിക്കാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ എടുത്തിട്ട് അളവിലാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ, സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പീസിൻ്റെ വീഡിയോസൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.